ഹായ് എവ്രി വൺ, സെന്റർ ഓഫ് റിഗറസ് എക്സലൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാച്ചുറൽ വെജിറ്റേഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ചാണ്. ഇന്ത്യയിലുള്ള സ്വാഭാവിക സസ്യജാലങ്ങൾ. നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് വെച്ചാൽ ഒരു പ്രദേശത്ത് ഒരു ഹ്യൂമൻ ഇന്റർഫിയറൻസും ഇല്ലാതെ തന്നെ സ്വാഭാവികമായിട്ട് വളർന്നു വരുന്ന ചെടികളുടെ ആ ഒരു കൂട്ടത്തെയാണ് നമ്മൾ സ്വാഭാവിക സസ്യജാലങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഒരു സറൗണ്ടിങ് എൻവയോൺമെന്റിലുള്ള അവിടുത്തെ ടെമ്പറേച്ചർ, റെയിൻഫോൾ, സൺഷൈൻ, അതിന്റെ ആൾട്ടിറ്റ്യൂഡ്, ക്ലൈമറ്റ്, അതോടൊപ്പം സോയിൽ, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഉണ്ടാവുക ഒരു പ്രദേശത്തിന്റെ നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുന്നത്. നാച്ചുറൽ വെജിറ്റേഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ആദ്യത്തേത് ക്ലൈമറ്റ് ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഉയരം, ചെരിവ് തുടങ്ങിയ റിലീഫ് ആയിരിക്കും. മറ്റൊന്ന് പറയുന്നത് അവിടുത്തെ സോയിലിന്റെ ടൈപ്പ് ആയിരിക്കും. അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് സൺലൈറ്റ് ആൻഡ് വെതർ കണ്ടീഷൻസ് ആയിരിക്കും. ഇന്ത്യയിലെ വെജിറ്റേഷന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. H.G. ചാമ്പ്യൻ എന്ന വ്യക്തി ഇന്ത്യയിലെ വെജിറ്റേഷനെ 1936 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫർദർ ഇതേ സിസ്റ്റത്തിനെ 1968 റീക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ചാമ്പ്യനും സെയ്ത്ത് എന്ന് പറയുന്ന വ്യക്തിയും ചേർന്നിട്ടായിരുന്നു. സോ ഇവർ രണ്ടാളും ചേർന്നിട്ട് ഇന്ത്യയുടെ സ്ട്രക്ചറൽ ഫിസിയോഗമി, അതോടൊപ്പം തന്നെ ഫ്ലോറിസ്റ്റിക് നേച്ചർ ഒക്കെ വെച്ചിട്ടാണ് ഇന്ത്യൻ വെജിറ്റേഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ് നമ്മുടെ വെജിറ്റേഷന്റെ ടൈപ്സ് എന്ന് നോക്കാം. 5 ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ ആണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ എവർഗ്രീൻ ആൻഡ് സെമി എവർഗ്രീൻ ഫോറസ്റ്റ്. സെക്കൻഡ് വൺ ഈസ് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ആൻഡ് തോൺ ഫോറസ്റ്റ്. ദി തേർഡ് വൺ ഈസ് ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റ് ഓർ മൺസൂൺ ഫോറസ്റ്റ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ലിറ്ററൽ സ്വാംപ് ഫോറസ്റ്റ് ആണ്. ദ ലാസ്റ്റ് വൺ ഈസ് മൗണ്ടെയിൻ ഫോറസ്റ്റ്. നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യത്തേന്ന് പറയുന്നത് ട്രോപ്പിക്കൽ എവർഗ്രീൻ ആൻഡ് സെമി എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. അതിൽ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളെ നോക്കാം. ഇവ മഴക്കാടുകൾ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ദേ ആർ ഓൾസോ നോൺ ആസ് റെയിൻ ഫോറസ്റ്റ്. വളരെ വാം ആയിട്ടുള്ള ഹ്യൂമിഡ് ആയിട്ടുള്ള റീജിയൻസിലായിരിക്കും ഇത്തരത്തിലുള്ള വനപ്രദേശങ്ങൾ കാണാൻ സാധിക്കുന്നത്. റെയിൻഫോൾ എന്ന് പറയുന്നത് 130 മുതൽ 250 സെന്റിമീറ്റർ വരെയാണ്. ചിലപ്പോൾ 200-ന് മുകളിലേക്ക് എന്തായാലും പോകും. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 22°C തൊട്ട് 27°C വരെയാണ്. ഇന്ത്യയിലുള്ള മൊത്തം വെജിറ്റേഷന്റെ 49% വരുന്നത് ഈ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് റീജിയൻ ആണ്. 60 മീറ്ററുകൾക്ക് മുകളിൽ ഇവിടുത്തെ മരങ്ങൾക്ക് ഉയരം വെക്കാറുണ്ട്. വളരെ ഡെൻസ് ആയിട്ടുള്ള മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഓഫ് ഫോറസ്റ്റ് ആണ് ഈ എവർഗ്രീൻ ഫോറസ്റ്റുകൾക്കുള്ളത്. എന്ന് വെച്ചാൽ ഇത് വെൽ സ്ട്രാറ്റിഫൈഡ് ആണ്. ലെയേഴ്സ് ആയിട്ട് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് അവയെ കാണാനായിട്ട് സാധിക്കും. ആൻഡ് അതിന്റെ കനോപ്പി എന്ന് പറയുന്നത് ഭയങ്കര തിക്ക് ആയിരിക്കും. എന്ന് വെച്ചാൽ അതിന്റെ ഗ്രൗണ്ട് റീജിയനിൽ സൺലൈറ്റ് വളരെ ഹാർഡായിട്ട് മാത്രമേ പോകത്തുള്ളൂ. ഏറ്റവും തിക്കായിട്ടുള്ള മുകളിലുള്ള സ്ട്രേറ്റയാണ് നമ്മൾ കനോപ്പി ലെയർ എന്ന് പറയുക. ഇന്ത്യയിൽ എവിടേക്കാണ് ഇങ്ങനത്തെ പ്രദേശങ്ങൾ കാണാൻ സാധിക്കുന്നത് വെച്ചാൽ പ്രധാനമായിട്ടും വെസ്റ്റേൺ ഘട്ട് റീജിയൻ, സഹ്യാദ്രി മലനിരകളിൽ, അതോടൊപ്പം അറേബ്യൻ സീയുടെ കോസ്റ്റൽ ബെൽറ്റ് റീജിയൻ, പിന്നെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ പ്രത്യേകിച്ച് ഷിൻലോങ് പ്ലേറ്റ്യൂ പ്രദേശത്ത്, ആൻഡ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലും അപ്പർ ആസാം, തമിഴ്നാട് കോസ്റ്റ് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഈ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളെ കാണാൻ സാധിക്കും. ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്പീഷീസുകൾ നോക്കുകയാണെങ്കിൽ റോസ്വുഡ്, മെഹാഗണി, എബണി തുടങ്ങിയ മരങ്ങളായിരിക്കും. അടുത്തത് ട്രോപ്പിക്കൽ സെമി എവർഗ്രീൻ ഫോറസ്റ്റുകളാണ്. ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ. ഇവർ ഈ എവർഗ്രീൻ ഫോറസ്റ്റിൽ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ അളവിൽ മഴ കിട്ടുന്ന പ്രദേശങ്ങളിലായിരിക്കും ഉണ്ടാവുക. ഈ ഹ്യൂമൻ ഇന്റർഫറൻസ് കാരണം ഇത് കുറച്ചുകൂടെ എക്സ്റ്റെൻസീവ് ആണെന്ന് പറയുന്നുണ്ട്. ആനുവൽ റെയിൻഫോൾ എന്ന് പറയുന്നത് 20 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും 250 സെന്റിമീറ്ററിനും ഇടയിലായിട്ടാണ്. പിന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ അത് 22°C-നും 27°C-നും കുറച്ചും കൂടെ ടെമ്പറേച്ചർ കൂടുതൽ കിട്ടുന്ന ഒരു പ്രദേശമാണ്. വാം ആൻഡ് ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും. ത്രൂ ഔട്ട് ദി ഇയറും അങ്ങനത്തെ ക്ലൈമറ്റ് തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ സെമി എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് വിളിക്കാനുള്ള കാരണം അവിടെ നിത്യഹരിത വനങ്ങളും ഉണ്ട്, അതോടൊപ്പം തന്നെ ഡെസിഡിയസ് ട്രീസ്, ഇലപൊഴിക്കുന്ന മരങ്ങളെയും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് സെമി എവർഗ്രീൻ ആയിട്ട് മാറിയിട്ടുള്ളത്. പിന്നെ അണ്ടർഗ്രോയിങ് ക്ലൈംബേഴ്സ് ഇതിനൊരു എവർഗ്രീൻ അപ്പിയറൻസ് കൊടുക്കുന്നുണ്ട്. വൈറ്റ് സെഡാർ, ഹോളോക്ക്, കെയിൽ തുടങ്ങിയ വൃക്ഷങ്ങളെ നമുക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റും എവർഗ്രീൻ ഫോറസ്റ്റും. നമുക്ക് ആ കളറിൽ തന്നെ അതിന്റെ ഡിഫറൻസ് മനസ്സിലാവുന്നതാണ്. അടുത്ത വെജിറ്റേഷൻ കാറ്റഗറി നോക്കുകയാണെങ്കിൽ അത് ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഇവയെ മൺസൂൺ ഫോറസ്റ്റ് എന്നും കൂടെ വിളിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വന ഇനം ഏതാന്ന് ചോദിച്ചാൽ അത് ഈ മൺസൂൺ ഫോറസ്റ്റ് ആണ്.
ഇന്ത്യയിലുടനീളം ഇത് വൈഡ് സ്പ്രെഡ് ആയിട്ട് കാണപ്പെടുന്ന ഒരു വനപ്രദേശമാണ്. 70 മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലായിരിക്കും ഇത്തരത്തിലുള്ള ഫോറസ്റ്റുകൾ ഉണ്ടാവുക. ഇവിടുത്തെ മരങ്ങൾ ഇല പൊഴിക്കുന്നത് ഓൾമോസ്റ്റ് 6 മുതൽ 8 വീക്ക് വരെ ആയിരിക്കും. അത് സമ്മർ സീസണിൽ വാട്ടർ കൺസർവ് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റീവ് മെക്കാനിസം ആയിട്ടാണ് ട്രീകൾ ഇത് ചെയ്യുന്നത്, ഇല പൊഴിക്കുക എന്ന് പറയുന്നത്. പിന്നെ എല്ലാ മരത്തിലെ ഇലകളും അറ്റ് എ ടൈം ഒരുമിച്ച് പൊഴിഞ്ഞു പോകണമെന്നില്ല. ഓരോ സ്പീഷീസും ഓരോ സമയത്തായിട്ടാണ് ഇല പൊഴിക്കാറ്. ഈ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് എന്നും ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്നും. അതായത് ആർദ്ര ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണ ഇലപൊഴിയും വനങ്ങൾ അല്ലെങ്കിൽ വരണ്ട ഇലപൊഴിയും വനങ്ങൾ. ഇതിലെ ഫസ്റ്റത്തെ ടൈപ്പ് നോക്കാം, മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ്. റെയിൻഫോൾ എന്ന് പറയുന്നത് 100 മുതൽ 200 സെന്റിമീറ്റർ വരെയാണ്. ഇന്ത്യയിൽ മധ്യപ്രദേശ്, അതോടൊപ്പം ഉത്തർപ്രദേശിന്റെയും ബീഹാറിന്റെയും ടെറായ് റീജിയൻ, വെസ്റ്റ് ബംഗാൾ, ആസാം, നോർത്ത് ഈസ്റ്റ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ഹിമാലയയുടെ ഫുഡ് ഹിൽ റീജിയൻ, ഇവിടെയെല്ലാം നമുക്ക് ഇങ്ങനത്തെയുള്ള മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് കാണാനായിട്ട് സാധിക്കും. ടീക്ക്, സാൾ, ഷിഷം, അംല, സാൻഡൽവുഡ്, മഹുവ, ബാംബു തുടങ്ങിയ സസ്യങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്. ഇതിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ വളരെ ഉയരം കൂടിയ മരങ്ങളായിരിക്കും. അണ്ടർഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ ഡെൻസ് ആയിട്ടുള്ളതായിരിക്കും. പിന്നെ ബാംബുവിന്റെ ക്ലംസ് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഗ്രാസ് പാച്ചസും ഇതിന് അറ്റാച്ച്ഡ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. അടുത്ത ഒരു ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ് ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്നുള്ളത്. റെയിൻഫോൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കുറഞ്ഞ പ്രദേശമായിരിക്കും. 70 മുതൽ 100 വരെ സെന്റിമീറ്ററേ മഴ കിട്ടാറുള്ളൂ. ലോങ് ആയിട്ടുള്ള ഡ്രൈ സീസൺ ആയിരിക്കും ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. ഏകദേശം നവംബർ മുതൽ മെയ് വരെ വരണ്ട കാലാവസ്ഥയായിരിക്കും. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മാക്സിമം 29 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 35 വരെയും മിനിമം എന്ന് പറയുന്നത് 18 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 23 വരെയുമാണ്. സമ്മറിൽ ചിലപ്പോൾ 48 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താനുള്ള ചാൻസസും കാണപ്പെടുന്നുണ്ട്. ഗംഗാറ്റിക് പ്ലെയിൻ, സെൻട്രൽ ഇന്ത്യ, പെനിൻസുലർ പ്ലേറ്റ്, കോയമ്പത്തൂർ പ്ലേറ്റ് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റുകൾ ഉള്ള പ്രദേശങ്ങളാണ്. ടീക്ക്, ടാമറിൻഡ്, പുളി, പിന്നെ അക്കേഷ്യ, കയർ ബാംബു, ടെന്തു, പലാസ്, അമൽത്താസ് തുടങ്ങിയ മരങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്. 13 മുതൽ 20 മീറ്റർ വരെ ഹൈറ്റിലേക്ക് ഈ മരങ്ങൾ വളരാറുണ്ട്. ഇന്ത്യൻ ഫോറസ്റ്റ് ഏരിയയുടെ 28.6% ഇങ്ങനത്തെ വരണ്ട ഇലപൊഴിയും വനങ്ങളാണ്. ഈ മോയിസ്റ്റ് ഫോറസ്റ്റിനും ഇടയിൽ, അതായത് ഒരു ഡ്രൈ ഏരിയയിൽ നമുക്കിതിൽ ടോൺ ഫോറസ്റ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. മോയിസ്റ്റ് ഫോറസ്റ്റിൽ നിന്ന് ഒരു മുൾവനമായിട്ട് ഇതിനൊരു ട്രാൻസിഷൻ സ്റ്റേറ്റ് കാണാനായിട്ട് സാധിക്കും. ഇതാണ് മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റും ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റും. ഇല പൊഴിക്കുന്ന മരങ്ങളായിരിക്കും ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാവുക. അടുത്തൊരു വെജിറ്റേഷൻ ടൈപ്പാണ് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ആൻഡ് ഷ്രബ്സ്. സ്ക്രബ് എന്നുള്ളത് മിസ്റ്റേക്ക് ആണ്, ഷ്രബ്സ് എന്ന് വായിക്കണം. അല്ലെങ്കിൽ ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ട്രോപ്പിക്കൽ സെമി ഡെസേർട്ട് വെജിറ്റേഷൻ, അർദ്ധ മരുഭൂമി കാലാവസ്ഥയിലുള്ളത്. അല്ലെങ്കിൽ നമുക്ക് എന്താ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡുകൾ, ഉഷ്ണമേഖല പുൽമേടുകൾ, ഷ്രബ്സ് എന്ന് വെച്ചാൽ കുറ്റിക്കാടാണ്. സോ ഇത് 30 മുതൽ 60 സെന്റിമീറ്റർ വരെ റെയിൻഫോൾ കിട്ടുന്ന റീജിയൻസിലാണ് കണ്ടുവരുന്നത്. വെജിറ്റേഷൻ എന്ന് പറയുന്ന പ്രധാനമായിട്ട് തോണി ഫോറസ്റ്റ്, മുൾക്കാടുകളായിരിക്കും അല്ലെങ്കിൽ ബുഷസ് ആയിരിക്കും, ചെറിയ ചെടികളായിരിക്കും. പിന്നെ ട്രീസ് എന്ന് പറയുന്നത് ഓപ്പൺ ടൈപ്പ് ആണ്, സ്കാറ്റേർഡ് ആണ്, പല ഭാഗത്തായിട്ട് ചിന്ന ചിതറി കാണപ്പെടും. സ്റ്റാൻഡേർഡ് ആയിരിക്കും, ഒരുപാട് ഉയരങ്ങളിലേക്കൊന്നും വളരില്ല. എന്താ വളർച്ച കുറഞ്ഞ ഒരു കുള്ളൻ ടൈപ്പിലുള്ള മരങ്ങളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. രാജസ്ഥാന്റെ കിഴക്കൻ ഭാഗത്തും സൗത്ത് വെസ്റ്റ് പഞ്ചാബ്, വെസ്റ്റേൺ ഹരിയാന, ബുന്ദേൽഖണ്ഡ്, സൗരാഷ്ട്ര, സൗത്ത് വെസ്റ്റ് കർണാടക തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനത്തെ മരങ്ങൾ കാണപ്പെടുന്നുണ്ട്. പ്രധാനപ്പെട്ട സ്പീഷീസ് നോക്കുകയാണെങ്കിൽ ഒക്കേഷ്യ, യൂഫോബിയ, വൈൽഡ് ഡേറ്റ് പാം, കയർ, സിസോ, ബബൂൾ തുടങ്ങിയവയൊക്കെയാണ്. പിന്നെ ടെസോക്കി ഗ്രാസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പുല്ലിനും ഇവിടെ വളരുന്നുണ്ട്. അതിന് 2 മീറ്ററോളം ഉയരം വെക്കാറുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ സെമി ഡെസേർട്ട് വെജിറ്റേഷൻ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റിലേക്ക് ഗ്രാജുവലി മെർജ് ചെയ്ത് പോവാറുണ്ട്. ട്രോപ്പിക്കൽ മുൾവനങ്ങളായിട്ട് ഈ ഒരു സെമി ഡെസേർട്ട് വെജിറ്റേഷൻ പതിയെ മാറി പോകുന്നുണ്ട്. അടുത്തൊരു ടൈപ്പാണ് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റുകൾ. ഉഷ്ണമേഖലയിലുള്ള മുൾവനങ്ങളാണ്. 50 സെന്റിമീറ്ററിൽ താഴെ മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള വനങ്ങൾ രൂപപ്പെടുന്നത്. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം ഇവ കാണപ്പെടുന്നുണ്ട്. ഇവിടുത്തെ മരങ്ങൾ എന്ന് പറയുന്നത് വർഷങ്ങളിൽ മിക്കവാറും സമയങ്ങളിലും ലീഫ്ലെസ് ആയിട്ട് തന്നെ ഉണ്ടാവുക, ഇല പൊഴിഞ്ഞ രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. വെജിറ്റേഷൻ എന്ന് പറയുന്നത് തോണി ആയിട്ടുള്ള മരങ്ങളായിരിക്കും, മുള്ളുകളോട് കൂടിയ മരങ്ങൾ, അതോടൊപ്പം ഷ്രബ്സും ഗ്രാസസ് ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ മരങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചെറിയ ഇലകളായിരിക്കും ആൻഡ് വാക്സ് കോട്ടഡ് ആയിരിക്കും. ഇതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് അഡാപ്റ്റേഷൻ ആണ്. വെള്ളം, ശരീരത്തിലുള്ള വാട്ടർ കണ്ടന്റ് നഷ്ടപ്പെടാതിരിക്കാൻ ചെടികൾ കാണിക്കുന്ന അഡാപ്റ്റേഷൻ ആണ് ഈ ഇലയുടെ വലിപ്പം കുറയുന്നതും. അതോടൊപ്പം വാക്സ് കോട്ടിംഗ് ആയിട്ടുള്ള നല്ല ക്യൂട്ടിക്കളോട് കൂടിയിട്ടുള്ള മിനുസമുള്ള ഇലകളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക.
അതോടൊപ്പം നീഡിൽ ലൈക്ക് ആയിട്ടുള്ള അപ്പിയറൻസും ഇതിന്റെ കാണ്ഡത്തിലൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ലോങ് ആയിട്ടുള്ള ടാപ്പ് റൂട്ട് കൊണ്ടും സ്പൈൻസ് കൊണ്ടൊക്കെ അറേഞ്ച്ഡ് ആയിരിക്കും. പ്രധാനപ്പെട്ട സ്പീഷീസ് എന്ന് പറയുന്നത് നീം, ബബൂൽ, ബെയർ, വൈൽഡ് ഡേറ്റ് പാം, കയർ തുടങ്ങിയവയാണ്. ഇവിടുത്തെ വെജിറ്റേഷൻ നമുക്ക് മെയിനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് താർ ഡെസേർട്ട് റീജിയനിലാണ്, രാജസ്ഥാന്റെ ആ പ്രദേശത്താണ് ഇങ്ങനെ ഉണ്ടാവുക. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡും തോൺ ഫോറസ്റ്റുകളും കാണാം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ്സ്, ലിറ്റോറൽ ആൻഡ് സ്വാമ്പ് ഫോറസ്റ്റുകൾ, അതായത് ഈ തണ്ണീർത്തടങ്ങളും ചതുപ്പ് പ്രദേശങ്ങളും. ഇതിൽ വെറ്റ്ലാൻഡുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലൊരു വൈൽഡ് വെറൈറ്റി ഓഫ് വെറ്റ്ലാൻഡ് ഹാബിറ്റേറ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 70% വെറ്റ്ലാൻഡ് റീജിയൻ എന്ന് പറയുന്നത് പാഡി കൾട്ടിവേഷൻ ചെയ്യുന്ന, നെൽകൃഷി ചെയ്യുന്ന വയൽ പ്രദേശങ്ങളാണ്. ഇന്ത്യയിലെ ഈ ടോട്ടൽ വെറ്റ്ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് 4.1 മില്യൺ ഹെക്ടേഴ്സോളം വരും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വെറ്റ്ലാൻഡ് കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡെക്കാൻ പ്ലേറ്റ്യൂവിൽ കാണപ്പെടുന്ന റിസർവോയർ, അതോടൊപ്പം തന്നെ സൗത്ത് വെസ്റ്റ് കോസ്റ്റ് റീജിയനിലുള്ള ലഗൂണുകളെല്ലാം ഇതൊരു ടൈപ്പ് ഓഫ് വെറ്റ്ലാൻഡ് ആണ്. മറ്റൊരു ടൈപ്പ് വെറ്റ്ലാൻഡ് കാണപ്പെടുന്നത് രാജസ്ഥാൻ, ഗുജറാത്ത്, ഇവിടുത്തെ ഗൾഫ് ഓഫ് കച്ചിലൊക്കെ കാണപ്പെടുന്ന സലൈൻ ആയിട്ടുള്ള ഏരിയയിൽ ലവണത്വം കൂടുതലുള്ള ചതുപ്പ് പ്രദേശങ്ങളുണ്ട്. മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് കിയോലോഡിയോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന, പിന്നെ മധ്യപ്രദേശ്, ഗുജറാത്ത് ഇതിന്റെയൊക്കെ ഭാഗങ്ങളിൽ ഫ്രഷ് വാട്ടർ ലേക്കുകൾ അതോടൊപ്പം തന്നെ റിസർവോയറുകളൊക്കെ തന്നെ ഇതുപോലുള്ള ചതുപ്പുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അടുത്തൊരു ഡെൽറ്റ വെറ്റ്ലാൻഡ് അതോടൊപ്പം ലഗൂണ്, ഇതൊക്കെ ചിൽക്ക ലേക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഒഡീഷയിലാണ് ചിൽക്ക ലേക്ക് കാണപ്പെടുന്നത്. ഇതൊരു ഡെൽറ്റ വെറ്റ്ലാൻഡ് റീജിയനിൽ ലഗൂണുകളോടുകൂടെ കാണപ്പെടുന്നതാണ്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഈ ഗംഗാറ്റിക് പ്ലെയിൻ റീജിയനിലുള്ള ഫ്രഷ് വാട്ടർ മാർഷസ് ആണ്, അതായത് ശുദ്ധജലാംശമുള്ള ചതുപ്പ് നില പ്രദേശങ്ങൾ. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയുടെ ഫ്ലഡ് പ്ലെയിൻ റീജിയൻസും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുള്ള വെറ്റ്ലാൻഡുകളും ആണ്. ഇങ്ങനത്തെ ഈ പ്രളയ സമതലങ്ങളിലും ചതുപ്പുകൾ രൂപപ്പെടാറുണ്ട്, തണ്ണീർത്തടങ്ങളായിട്ട് അവ മാറാറുമുണ്ട്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാറിൽ കാണപ്പെടുന്ന അവിടുത്തെ മാൻഗ്രൂവ്സ് ആണ്. അവിടുത്തെ ഈ തണ്ണീർത്തടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൽ വനങ്ങൾ, മാൻഗ്രൂവ്സ്. അടുത്തൊരു ടൈപ്പാണ് കാശ്മീരിലും ലഡാക്കിലുമുള്ള ലേക്സും റിസർവോയേഴ്സും. ഇനി ലിറ്ററൽ ആൻഡ് സ്വാമ്പ് ഫോറസ്റ്റുകളെ കുറിച്ച് നോക്കാം. കണ്ടൽ വനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇവർ വെറ്റ്ലാൻഡ് ഫോറസ്റ്റുകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. തണ്ണീർത്തട വനങ്ങൾ എന്നൊരു പേര് കൂടെ ഇവയ്ക്കുണ്ട്. ഇത് ഏത് പ്രദേശത്താണ് കാണുന്നത് വെച്ചാൽ കര വെള്ളത്തെ മീറ്റ് ചെയ്യുന്ന ഏരിയാസിൽ ഇങ്ങനത്തെ ഫോറസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. മാൻഗ്രൂവ്സ് അതോടൊപ്പം തന്നെ സോൾട്ട് ടോളറന്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം തന്നെ ഈ ഒരു വെജിറ്റേഷനിൽ ഉണ്ടാവും. അതായത് ഉപ്പിനെ ലവണത്തെ അതിജീവിക്കാൻ സാധിക്കുന്ന ചെടികളും കണ്ടൽ ചെടികളും ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. കോസ്റ്റൽ റീജിയനിലും റിവറിന്റെ ഡെൽറ്റ പ്രദേശങ്ങളിൽ, കായൽ പ്രദേശങ്ങളിലും ടൈഡൽ ക്രീക്കുകളിലൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള വെജിറ്റേഷൻ ഫോം ചെയ്യാറുണ്ട്. ഇത് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് ത്രൈവ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഹൈ ഹ്യൂമിഡിറ്റി ഉള്ള സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിനൊക്കെ അതിജീവിക്കാനുള്ള ശേഷി ഇവർക്ക് കൂടുതലാണ്. ഈ മാൻഗ്രൂവ്സിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ഉപ്പുവെള്ളത്തിലും വളരും ബ്രാക്കിഷ് വാട്ടറിലും വളരും. എന്നാൽ ചില സ്വാമ്പ് ഫോറസ്റ്റുകൾ എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടറിൽ മാത്രമായിട്ട് കാണുള്ളൂ. കണ്ടൽ ചെടികളുടെ ഏറ്റവും നല്ല സവിശേഷതയാണ് ഉപ്പ് കലർന്ന വെള്ളത്തിൽ അതിന് വളരാനായിട്ട് സാധിക്കും. ഈ പ്രദേശത്തുള്ള മരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, സ്റ്റിൽറ്റ് റൂട്ട്സ് കാണപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ന്യൂമാറ്റോഫോർ എന്നറിയപ്പെടുന്ന വേരുകൾ കാണപ്പെടുന്നുണ്ട്. ഈ ന്യൂമാറ്റോഫോർ എന്ന് പറയുന്നത് ബ്രീത്തിങ് റൂട്ട്സ് ആണ്. അതായത് ഇവ മണ്ണിൽ നിന്ന് ജലാശയത്തിന് മുകളിലേക്ക് ഉയർന്നിങ്ങനെ മുള്ളുകൾ പോലെ നിൽക്കും. എന്നിട്ട് എയറിൽ നിന്ന് ഇവർക്ക് എയർ അബ്സോർബ് ചെയ്ത് ശ്വസിക്കാനുള്ള സാഹചര്യമുണ്ട്. ശ്വസന വേരുകൾ എന്ന് തന്നെയാണ് ഇത് അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ബട്രസ് റൂട്ട്സും ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ചതുപ്പ് വനങ്ങളുള്ള പ്രധാന പ്രദേശങ്ങൾ നോക്കുകയാണെങ്കിൽ സുന്ദർബൻസ്, പിന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്, മഹാനദിയുടെ ഡെൽറ്റ പ്രദേശം, ഗോദാവരി കൃഷ്ണ ഡെൽറ്റ, പിച്ചവാരം മാൻഗ്രൂവ് തമിഴ്നാട്ടിലുള്ളതാണ്. ഈ പ്രദേശങ്ങളിലൊക്കെയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ജീവവർഗ്ഗങ്ങൾ നോക്കുകയാണെങ്കിൽ സുന്ദരി എന്നറിയപ്പെടുന്ന ഹെറിറ്റീരിയ ഫോംസ്, അതാണ് സയന്റിഫിക് നെയിം. ഈ സുന്ദരി കണ്ടൽ വനങ്ങൾ സുന്ദർബൻസിലാണ് ഉള്ളത്. അവിടുത്തെ പ്രധാനപ്പെട്ട കണ്ടൽ ചെടി വിഭാഗമാണ് സുന്ദരി എന്ന് പറയുന്നത്. അടുത്തൊരു ടൈപ്പാണ് റൈസോപോറ, പിന്നെ നൈപ്പ പാം, മാൻഗ്രൂവ് ഫേൺസ് തുടങ്ങിയവ. ഇന്ത്യയില് ഈ മാൻഗ്രൂവ് എന്ന് പറയുന്നത് ലോകത്തിന്റെ 7% വരുമെന്നാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ റീജിയൻ ആണല്ലോ സുന്ദർബൻസ്. സോ മൊത്തം ഈ കണ്ടൽവന പ്രദേശങ്ങളിലെ 7% ഇന്ത്യയിലാണുള്ളത്. ഈ മാൻഗ്രൂവ്സിന് ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ളത്, എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളത് പ്രധാനമായിട്ടും അത് കാർബൺ സ്റ്റോറേജിനും അതോടൊപ്പം തന്നെ ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷനൊക്കെ സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ട് എന്നുള്ളതാണ്. ഇത് മാൻഗ്രൂവ് ഫോറസ്റ്റ് ആണ്. കണ്ടൽ വനങ്ങൾ, ന്യൂമാറ്റോഫോഴ്സ് അവിടെ ഉണ്ട്. ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ആണ് മൗണ്ടെയിൻ ഫോറസ്റ്റ്, പർവ്വത വനങ്ങൾ.
ഇന്ത്യയിൽ ഈ മൗണ്ടെയിനസ് ആയിട്ടുള്ള റീജിയൻസിൽ കാണപ്പെടുന്ന ഒരു വെജിറ്റേഷൻ ആണിത്. ഉയരം കൂടിയ പ്രദേശങ്ങളിലായിരിക്കും ഇത്തരത്തിലുള്ള വനങ്ങളുള്ളത്. സ്തൂപികാഗ്ര വനങ്ങൾ എന്നും ഇവ അറിയപ്പെടുന്നുണ്ട്. അതായത് കോണിഫറസ് ആയിട്ടുള്ള ട്രീസ് ആയിരിക്കും ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാവുക. ഇന്ത്യയിൽ നോർത്തേൺ മൗണ്ടൈൻ ഫോറസ്റ്റ് എന്നും പെനിൻസുലർ മൗണ്ടൈൻ ഫോറസ്റ്റ് എന്നും രണ്ടായിട്ട് ഇവയെ തരംതിരിച്ചിട്ടുണ്ട്. അതായത് ഹിമാലയ പർവ്വത പ്രദേശങ്ങളെന്നും ഉപദ്വീപീയ പർവ്വത വനപ്രദേശങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് നോർത്തേൺ മൗണ്ടൈൻ ഫോറസ്റ്റിന്റെ ഹിമാലയൻ മൗണ്ടൈൻ ഫോറസ്റ്റിന്റെ പ്രത്യേകത നോക്കാം. ഇവ ഹിമാലയൻ റീജിയനിലാണ് കാണപ്പെടുന്നത്. വെജിറ്റേഷൻ എന്ന് പറയുന്നത് ട്രോപ്പിക്കലിൽ നിന്ന് ടെമ്പറേറ്റിലേക്കും അവിടെ നിന്ന് ആൽപൈനിലേക്കും ഒരു ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ചെടികളിലും ആ ഒരു വ്യത്യാസം നമുക്ക് ഒബ്സർവബിൾ ആയിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് 1500 മീറ്ററിന് മുകളിൽ വളരുന്ന അത്രയും ഉയരം കൂടിയ പ്രദേശത്ത് വളരുന്ന ചെടികളാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മരം എന്ന് പറയുന്നത് സാലാണ്. ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റിലാണ് ഇവ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. പിന്നെ ടെമ്പറേറ്റ് ഫോറസ്റ്റുകൾ എന്ന് പറയുന്നത് 1500 മുതൽ 3500 മീറ്റർ വരെ ഉയരങ്ങളിൽ വളരുന്ന മരങ്ങളാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഹയർ ആൾട്ടിറ്റ്യൂഡിൽ മീഡോസ്, അതുപോലെ ആൽപൈൻ ഫോറസ്റ്റുകൾ, ആൽപ്പിന്റെ മരങ്ങൾ ഇവയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്ക്, പൈൻ, ഫിർ, സ്പ്രൂസ്, ബിർച്ച്, റോഡോഡെൻഡ്രോൺ, ഡിയോഡർ, ദേവദാരു ഇവയൊക്കെ ഈ പ്രദേശത്ത് വളരുന്ന മരങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. പിന്നെ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ട്രാൻസ് ഹ്യൂമൻസിന് കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് ഈ മേച്ചിൽ നടത്തുന്ന ആൾക്കാർക്ക് അവരുടെ എക്സ്ട്രീം ആയിട്ടുള്ള കോൾഡ് സമയത്ത് അവർക്ക് ഈ ഒന്ന് അഭയം പ്രാപിക്കാനായിട്ട് ഇത്തരത്തിലുള്ള മൗണ്ടൈൻ ഫോറസ്റ്റുകൾ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഈ മൗണ്ടൈൻ ഫോറസ്റ്റിന്റെ നെക്സ്റ്റ് ടൈപ്പാണ് പെനിൻസുലർ മൗണ്ടൈൻ ഫോറസ്റ്റ്. ഇവ പ്രധാനമായിട്ടും വെസ്റ്റേൺ ഗാട്സ്, നീൽഗിരി, വിന്ധ്യ റേഞ്ചസ് ഇവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്. ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഉയരം കൂടുന്നതിനനുസരിച്ച് കൂളറായിട്ട് മാറാറുണ്ട്. ഇത്തരത്തിലുള്ള ടെമ്പറേറ്റ് ഫോറസ്റ്റുകളിൽ നീൽഗിരി പ്രദേശത്ത് അറിയപ്പെടുന്നത് ഷോലാസ് എന്ന പേരിലാണ്, ചോലവനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ ധാരാളം മെഡിസിനൽ പ്ലാന്റ്സും അതോടൊപ്പം തന്നെ എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസും ഉണ്ട്. അതായത് ഈ പ്രദേശത്ത് മാത്രം കാണപ്പെടുന്ന കുറച്ച് ജീവവർഗ്ഗങ്ങളെ സംരക്ഷിച്ചു വരുന്ന പർവ്വത പ്രദേശങ്ങളാണ് പെനിൻസുലർ റീജിയനിലുള്ള മൗണ്ടൈൻ ഫോറസ്റ്റുകൾ. നീഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള ലീവ്സും തിക്ക് ആയിട്ടുള്ള ബാർക്കും ഇവിടുത്തെ മരങ്ങളുടെ പ്രത്യേകതയാണ്. ഇന്ത്യയിലെ നാച്ചുറൽ വെജിറ്റേഷന്റെ മാപ്പാണിത്. സ്വാമ്പ് ഫോറസ്റ്റ്, മൗണ്ടൈൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് എല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മെഡിസിനൽ പ്ലാന്റ്സ് നമുക്ക് നോക്കാം. ഇന്ത്യ ഇവിടുത്തെ ഹെർബ്സ് കൊണ്ടും അതുപോലെ സ്പൈസസ് ഒക്കെ കൊണ്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. വേൾഡ് കൺസർവേഷന്റെ റെഡ് ലിസ്റ്റ് പ്രകാരം, അതായത് UN-ന്റെ റെഡ് ലിസ്റ്റ് പ്രകാരം 352 മെഡിസിനൽ പ്ലാന്റുകളെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 52 എന്ന് പറയുന്നത് ക്രിട്ടിക്കലി ത്രെറ്റൻഡ് ആയിട്ടുള്ള വിഭാഗത്തിലും 49 എന്ന് പറയുന്നത് എൻഡാഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ്, വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്പീഷീസുകളും ആണ്. ഇന്ത്യയിലെ 17,000 മുതൽ 18,000 വരെ സ്പീഷീസ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, സപുഷ്പികളായിട്ടുള്ള സസ്യങ്ങൾ ഉണ്ടെന്ന് കണക്കുകൾ പറയുന്നു. അതോടൊപ്പം 6,000 മുതൽ 7,000 വരെ മെഡിസിനൽ പർപ്പസിന് ഉപയോഗിക്കുന്ന, അതായത് ആയുർവേദ, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി പോലുള്ള പർപ്പസിന് ഉപയോഗിക്കുന്ന പ്ലാന്റുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ട്രഡീഷണൽ മെഡിസിന് അതുപോലെ ഹെർബൽ ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ തെറാപ്പികൾക്കൊക്കെ നമ്മളിതിന് ഒരു പ്രധാന റിസോഴ്സ് ആയിട്ട് കാണാറുണ്ട്. അതോടൊപ്പം തന്നെ ഹെൽത്ത് സെക്യൂരിറ്റിക്ക് ഒരുപാട് ആൾക്കാർക്ക് ലൈവ്ലിഹുഡായിട്ട് മാറുന്നതാണ് ഈ മെഡിസിനൽ പ്ലാന്റുകൾ എന്ന് പറയുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആയുഷ് എന്ന് പറയുന്ന മിനിസ്ട്രിയാണ്. അതോടൊപ്പം തന്നെ ആയുഷ് ഇൻഡസ്ട്രിയിൽ 80 മുതൽ 90 ബില്യൺ വരെ ഡൊമസ്റ്റിക് ട്രേഡ് ഈ മേഖലയിൽ നിന്ന് നടക്കുന്നുണ്ട്. അതോടൊപ്പം ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിലും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലും കൂടെ ഈ മെഡിസിനൽ പ്ലാന്റ്സിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. ഇവയെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയിലുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഡിസിനൽ പ്ലാന്റുകളും അവയുടെ സവിശേഷതകളാണ് പറയുന്നത്. അർജുൻ എന്ന് പറയുന്ന പ്ലാന്റ്, ഇതിന്റെ ജ്യൂസ് നമ്മൾ ഈ ചെവിവേദനയ്ക്കും മറ്റൊക്കെ ക്യൂർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാനും സഹായിക്കും എന്നാണ് പറയുന്നത്. അടുത്തത് നീമാണ്, വേപ്പ്, ആര്യവേപ്പ്. ഇതൊരു സ്ട്രോങ് ആന്റിബയോട്ടിക് ആണ്. അതോടൊപ്പം തന്നെ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും കാണിക്കുന്നുണ്ട്. അടുത്ത ഒരു ടൈപ്പ് ഓഫ് മെഡിസിൻ പ്ലാന്റ് എന്ന് പറയുന്നത് കച്ച്നർ ആണ്. ആസ്മ, അൾസർ, അതോടൊപ്പം ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഇവയൊക്കെ തന്നെ ട്രീറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒന്നാണ് കച്ച്നർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടൈപ്പാണ് ബബൂൽ. ഇതിന്റെ ഇലകൾ എന്ന് പറയുന്നത് കണ്ണിനുള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ജമ്മിനൊക്കെ നമ്മളൊരു ടോണിക് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. അടുത്തൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് ജാമുൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഫ്രൂട്ട് ജ്യൂസ് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിന്റെ കുരു കൊണ്ട് ഉണ്ടാക്കിയ പൗഡർ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നൊരു വിശ്വാസമുണ്ട്.
നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത് കനോപ്പി വൈസ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയായിരിക്കും എന്നാണ്. അതിൽ ഫസ്റ്റ് ടൈപ്പ് പറയുന്നത് വെരി ഡെൻസ് ഫോറസ്റ്റ് ആണ്, VDF എന്ന് വെച്ചാൽ വളരെ തിക്കായിട്ട് കാണപ്പെടുന്ന നിബിഡ വനം, ഘോരവനം എന്നൊക്കെ പറയാം. അവിടെ കനോപ്പി എന്ന് പറയുന്നത് 70% എബോ ആയിരിക്കും. അത്രയ്ക്കും തിക്കായിട്ട് സൺലൈറ്റ് എന്ന് പറയുന്നത് വളരെ അരിച്ചിറങ്ങി മാത്രം ഭൂമിയിലേക്ക് എത്തുന്ന രീതിയിലുള്ള തിക്നെസ് കാണിക്കുന്ന ഫോറസ്റ്റ് ആയിരിക്കും. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് മോഡറേറ്റ്ലി ഡെൻസ് ഫോറസ്റ്റ് ആണ്, MDF എന്ന് പറയുന്നത്. അവിടെ കനോപ്പിയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 40 to 70% ആയിരിക്കും. തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഓപ്പൺ ടൈപ്പ് ഫോറസ്റ്റ് ആണ്. അവിടെ കുറച്ചുകൂടെ തുറന്നു കിടക്കുന്ന വനപ്രദേശമായിരിക്കും. 10 to 40% മാത്രമായിരിക്കും കനോപ്പിയുടെ ഡെൻസിറ്റി വരുന്നത്. നെക്സ്റ്റ് ഷ്രബാണ്. ഷ്രബ് എന്ന് പറയുന്നത് ഡിഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഫോറസ്റ്റ് ടൈപ്പ് ആണ്. ലെസ് ദാൻ 10% മാത്രമേ കനോപ്പിയുടെ ഡെൻസിറ്റി കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ളത് നോൺ ഫോറസ്റ്റ് വിഭാഗമാണ്. ഈ തോട്ടങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ മരങ്ങൾ അങ്ങനത്തെ പ്രദേശങ്ങളായിരിക്കും ഔട്ട്സൈഡ് ദ എബോവ് ക്ലാസസ്. നമ്മൾ ഇനി ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ടിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. 2017 പുറത്തു വന്നതാണ്. ഈ ISFR എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ബൈയേനൽ പബ്ലിക്കേഷൻ ഓഫ് FSI, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ വർഷത്തിൽ 2 തവണ പബ്ലിഷ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ഇത്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കീഴിലാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു മിനിസ്ട്രിയുടെ കീഴിലാണ് ഇത് തയ്യാറാക്കുന്നത്. 2017 ഇതിന്റെ ഒരു 15ാമത്തെ സീരീസ് ആണ് പുറത്തിറക്കിയത്. 1987 നിന്ന് നോക്കുകയാണെങ്കിൽ നിലവിൽ ഇത് 15ാമത്തെ എഡിഷൻ ആണ് വന്നിട്ടുള്ളത്. സോ ഇന്ത്യ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയയിലെ ലോക രാജ്യങ്ങൾക്കിടയിൽ ടോപ്പ് 10 പൊസിഷനിൽ നിൽക്കുന്ന ഒരു കൺട്രിയാണ്. എക്സാക്ട് ആയിട്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ 8ാം സ്ഥാനത്താണ് ഉള്ളത്. ഇന്ത്യയിൽ ഫോറസ്റ്റ് കവർ എന്ന് പറയുന്നത് ലോക രാജ്യങ്ങൾക്കിടയിൽ 8ാം സ്ഥാനത്താണുള്ളത്. ഈ ടോപ്പ് 10 കൺട്രീസിനിടയിൽ നമ്മൾ നിൽക്കുന്നത് തന്നെ നമ്മളുടെ ഈ ഫോറസ്റ്റ് ഏരിയ ഗെയിൻ ചെയ്യാൻ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിന്റെ ബേസിലായിരിക്കും. സോ 24.4% ഇന്ത്യയുടെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് ഫോറസ്റ്റ് കവറിന് കീഴിലാണ്. എന്നാൽ നമുക്കതൊരു 33ലേക്ക് ആക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ റിപ്പോർട്ട് പ്രകാരമുള്ള പ്രധാനപ്പെട്ട എസ്റ്റിമേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഫോറസ്റ്റ് ഏരിയയുടെ അകത്തും പുറത്തുള്ള ഗ്രോയിങ് സ്റ്റോക്ക് അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ സ്പെസിഫിക് തീമാറ്റിക് ഇൻഫർമേഷൻ ഓൺ ഫോറസ്റ്റ് കവർ ഓൺ ഹിൽ, ട്രൈബൽ ആൻഡ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, കാർബൺ സിങ്ക്, ബാംബു, മാൻഗ്രൂവ് കവർ ഈ തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം തന്നെ എസ്റ്റിമേറ്റ്സ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് ഈ ഒരു റിപ്പോർട്ടിന്റെ മേജർ ആയിട്ടുള്ള ഗോളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇവർ പറയുന്നത് പ്രകാരം നമ്മളൊരു പ്ലേസിനെ ഫോറസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് അവിടുത്തെ കനോപ്പി ഡെൻസിറ്റി എന്ന് പറയുന്നത് 10% കൂടുതലായിരിക്കും. നമ്മൾ കഴിഞ്ഞ ആ ഒരു കണക്ക് പ്രകാരം 10% താഴെയുള്ളത് എന്താണ്, നശിച്ചുകൊണ്ടിരിക്കുന്ന ഫോറസ്റ്റ് വിഭാഗത്തിലുള്ള ഷ്രബ്സ് ആണ്. സോ അതല്ലാതെയുള്ള 10% ഡെൻസിറ്റിയിൽ എബോവ് ഉള്ളതും മൊത്തം ഏരിയ എന്ന് പറയുന്നത് 1 ഹെക്ടറിൽ കൂടുതലായിട്ടുള്ള പ്രദേശങ്ങളെ ഫോറസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അത് ഈവൻ ബാംബൂസ്, ഓർച്ചാഡ്സ്, കോക്കനട്ട്, പാം ഇങ്ങനത്തെ ചെറിയ മരങ്ങളോ ഒക്കെ ആണെങ്കിൽ പോലും, ഇനി അത് റെക്കോർഡഡ് ഫോറസ്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയ, കമ്മ്യൂണിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലാൻഡ് ആണെങ്കിൽ പോലും അതിനെ ഫോറസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമെന്നാണ് പറയുന്നത്. നമുക്ക് കാർബൺ സ്റ്റോക്ക് എന്താണെന്ന് പരിചയപ്പെടാം. 2023 കാർബൺ സ്റ്റോക്കിനെ കുറിച്ചാണ് പറയുന്നത്. സോ കാർബൺ സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഏരിയ, അതൊരു ഫോറസ്റ്റോ അല്ലെങ്കിൽ ലാൻഡോ എവിടെയാണോ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാർബണിന്റെ അളവാണ്. സോ ഒരു മിനിമം എമൗണ്ട് ഓഫ് കാർബൺ സ്റ്റോക്ക് എല്ലാ കൺട്രീസും മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ്ഡ് ആയി പോകത്തുള്ളൂ. സോ ഇതെന്ന് പറയുന്നത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ ഈ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കീഴിൽ കാർബൺ സ്റ്റോക്ക് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. നമ്മുടെ ടോട്ടൽ കാർബൺ സിങ്ക് എന്ന് പറയുന്നത് അതെപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡിന് ഇക്വലന്റ് ആയിട്ടാണ് കണക്കാക്കുക. 30.43 ബില്യൺ ടൺസ് ആണ് നമ്മുടെ കാർബൺ സിങ്ക് എന്ന് പറയുന്നത്. 2025 നോക്കുമ്പോൾ 2.29 ബില്യൺ ടണ്ണിന്റെ കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വലന്റിന്റെ വർധനവ് നമുക്ക് 2023 കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ NDC എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുണ്ട്. 2030 ആകുമ്പോഴേക്കും 2.5 മുതൽ 3.0 ബില്യൺ ടൺസ് കാർബൺ ഇക്വലന്റിലേക്ക് എത്തണം എന്നൊരു ഗോൾ നമുക്ക് ഇനി അച്ചീവ് ചെയ്യാനായിട്ടുണ്ട് 2030 കൂടിയിട്ട്. ടോട്ടൽ ഫോറസ്റ്റ് കാർബൺ സിങ്ക് എന്ന് പറയുന്നത് 7350 മുതൽ 7400 മില്യൺ ടൺസ് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. 2013 6 മുതൽ 7% വരെ വർധനവ് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മേജർ കാർബൺ സിങ്ക്സ് കാണിക്കുന്ന കൺട്രിയിൽ ഗ്ലോബലി 5th പൊസിഷനിലാണ് ഉള്ളത്.
വർഷാവർഷം നമ്മുടെ വനപ്രദേശം ഇന്ത്യയിലുള്ള ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് 150 മില്യൺ ടൺസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിനെ അന്തരീക്ഷത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് എന്നാണ് കണക്കുകൾ. അതായത് അവര് പ്രകാശ സംശ്ലേഷണം വഴി അന്തരീക്ഷത്തിലുള്ള കാർബണിന്റെ അളവ് കുറയ്ക്കുന്നുണ്ട്. സോ ഇനിയും നമ്മൾ കാർബൺ സ്റ്റോക്ക് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഈ ഗ്ലോബൽ വാർമിംഗ് പോലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു താൽക്കാലിക രക്ഷ എന്നോണം അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് കുറച്ച് കളയാനായിട്ട് സാധിക്കും. ഇന്ത്യയിലുള്ള ഫോറസ്റ്റ് കൺസർവേഷനെ കുറിച്ച് പരിചയപ്പെടാം. ഇവിടുത്തെ വന സംരക്ഷണം. സോ ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട അവിഭാജ്യ ഘടകമാണല്ലേ. ഈ വനങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സിനെല്ലാം തന്നെ കാരണമായിട്ട് മാറാറുണ്ട്. സോ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1952 ദേശീയ വനനയം അഡോപ്റ്റ് ചെയ്തു, നാഷണൽ ഫോറസ്റ്റ് പോളിസി. ആൻഡ് അതിന് 1988 വീണ്ടും നാഷണൽ ഫോറസ്റ്റ് പോളിസി എന്ന പേരിൽ റിവൈസ് ചെയ്യുകയുണ്ടായി. ഫോറസ്റ്റ് മാനേജ്മെന്റ്, എക്കോളജിക്കൽ സ്റ്റെബിലിറ്റി, അതോടൊപ്പം തന്നെ ലോക്കൽ കമ്മ്യൂണിറ്റീസിന്റെ നീഡ്സിനെ മീറ്റ് ചെയ്യുക എന്നൊക്കെയുള്ളത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു എയിം ആയിരുന്നു ഈ നമ്മുടെ ദേശീയ വന നയത്തിന്റെ. 1988 നാഷണൽ ഫോറസ്റ്റ് പോളിസിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ആദ്യത്തേതെന്ന് പറയുന്നത് അപ്പോഴേ പറഞ്ഞത് തന്നെയാണ്, ഫോറസ്റ്റ് ഏരിയയെ 33% ഓഫ് ദ ടോട്ടൽ ജോഗ്രഫിക് ഏരിയയിലാക്കിയിട്ട് മാറ്റുക. അതായത് ഒരു രാജ്യത്തിന്റെ മെയിൻ ലാൻഡിന്റെ 33% അളവിലേക്കെങ്കിലും ഫോറസ്റ്റ് കവർ കൊണ്ടുവരിക. നെക്സ്റ്റ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊമോട്ട് സോഷ്യൽ ഫോറസ്ട്രി ആൻഡ് അഫോറസ്റ്റേഷൻ ഓൺ ഡീഗ്രേഡഡ് ലാൻഡ്. അതായത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഭൂപ്രദേശങ്ങളിലൊക്കെ വൽക്കരണം പ്രോത്സാഹിപ്പിക്കുക. അതോടൊപ്പം തന്നെ സാമൂഹിക വനപരിഷ്കരണ പദ്ധതികൾ കൊണ്ടുവരിക. അടുത്ത ഒബ്ജക്റ്റീവാണ് മെയിൻറ്റെയിൻ എൻവയോൺമെന്റൽ സ്റ്റെബിലിറ്റി ആൻഡ് റീസ്റ്റോർ എക്കോളജിക്കൽ ബാലൻസ്. അതായത് പാരിസ്ഥിതികമായിട്ടുള്ള സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുക. അതോടൊപ്പം എൻവയോൺമെന്റൽ സ്റ്റെബിലിറ്റിയും കൊണ്ടുവരിക. ഇൻക്രീസ് ഫോറസ്റ്റ് പ്രൊഡക്ടിവിറ്റി ലൈക്ക് ടിമ്പർ, ഫ്യൂവൽ ആൻഡ് ഫോഡർ. അതായത് നമ്മളുടെ ഈ നമ്മൾ കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. കൺസർവ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ജെനറ്റിക് റിസോഴ്സസ്. നെക്സ്റ്റ് വൺ ഈസ് എൻകറേജ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ, എസ്പെഷ്യലി വിമൻ ഇൻ ട്രീ പ്ലാന്റിംഗ് ആൻഡ് കൺസർവേഷൻ. അതായത് സ്ത്രീകളുടെ പങ്കാളിത്തം, ജനപങ്കാളിത്തം ഉറപ്പാക്കുക. ഈ ചെടികൾ നടുന്നതിലും മരത്തൈകൾ നടുന്നതിലും അത് സംരക്ഷിക്കുന്നതിലൊക്കെയുള്ള സ്ത്രീ പങ്കാളിത്തം ഉറപ്പുവരുത്തുക. ലാസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ചെക്ക് സോയിൽ എറോഷൻ, ഡെസേർട്ടിഫിക്കേഷൻ, ഫ്ലഡ്സ് ആൻഡ് ഡ്രഫ്റ്റ്സ്. അതായത് ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സിന്റെ മേലെ എപ്പോഴും ഒരു ചെക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഇനി നമ്മൾ പറയുന്നത് നാഷണൽ REDD+ സ്ട്രാറ്റജി ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയുടെ REDD+ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. ദാറ്റ് ഈസ് റെഡ്യൂസിങ് എമിഷൻ ഫ്രം ഡീഫോറസ്റ്റേഷൻ ആൻഡ് ഫോറസ്റ്റ് ഡീഗ്രഡേഷൻ പ്ലസ് ഈ വനനശീകരണം മൂലമുള്ള എമിഷൻസ്, ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ കുറച്ച് കൊണ്ടുവരാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ REDD+ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ നോക്കുകയാണെങ്കിൽ റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്, സെക്കൻഡ് വൺ ഈസ് പ്രൊമോട്ട് കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഫോറസ്റ്റ് മാനേജ്മെന്റ്, തേർഡ് വൺ എന്ന് പറയുന്നത് ഫോറസ്റ്റ് കാർബൺ സ്റ്റോക്കിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ഗ്ലോബലി ബൈ ഈ നമ്മുടെ സ്ട്രാറ്റജിയെ ഗ്ലോബലി 3 പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് UNDP ആണ്, യുഎന്നിന്റെ കീഴിലുള്ള യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. തേർഡ് വൺ എന്ന് പറയുന്നത് യുഎന്നിന്റെ എൻവയോൺമെന്റൽ പ്രോഗ്രാം ആണ്. ഇന്ത്യയുടെ REDD+ സ്ട്രാറ്റജിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കാം. ഇത് തയ്യാറാക്കുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഡെറാഡൂണിലുള്ള ഇന്ത്യൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ആൻഡ് സപ്പോർട്ട്സ് ഇന്ത്യസ് കമ്മിറ്റ്മെന്റ് ടു ദ 2015 പാരീസ് എഗ്രിമെന്റ്. അതായത് ആഗോള കാലാവസ്ഥാ ഉടമ്പടി 2015 പാരീസിൽ വെച്ച് അത് ഇന്ത്യ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ REDD+ എന്ന് പറയുന്ന സ്ട്രാറ്റജി. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻസെന്റീവ്സ് ഫോർ ഫോറസ്റ്റ് കൺസർവേഷൻ. വന സംരക്ഷണത്തിൽ ഇൻസെന്റീവ്സ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇറ്റ് പ്രൊമോട്ട്സ് ഗ്രീൻ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, GSDP എന്ന് നമ്മുടെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലുള്ള ഗ്രീൻ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ യൂത്തിനെ കമ്മ്യൂണിറ്റി ഫോറസ്റ്റേഴ്സ് ആയിട്ട് എൻകറേജ് ചെയ്യാനും ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ വന്യജീവി സമ്പത്തിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ദാറ്റ് ഈസ് വൈൽഡ് ലൈഫ് ഇൻ ഇന്ത്യ. സോ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ റിച്ചസ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ ഹെറിറ്റേജ് ഈ ലോകത്ത് തന്നെ കാണിക്കുന്ന ഒരു രാജ്യമാണ്. ഏകദേശം ലോകത്ത് അറിയപ്പെടുന്ന 4 മുതൽ 5% വരെ പ്ലാന്റ്സും അനിമൽസും അതിന്റെ സ്പീഷീസ് ഇന്ത്യയിൽ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഉണ്ട് നമ്മുടെ വെസ്റ്റേൺ ഗൾസിലും ഹിമാലയസിൽ ഇവിടെ മാത്രം തന്നെ ഒരുപാട് എൻഡമിക് സ്പീഷീസുകളും അതോടൊപ്പം തന്നെ വളരെ വൈവിധ്യം പുലർത്തുന്ന ജന്തു സസ്യജാലങ്ങൾ നമുക്കിവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും.
this remarkable biodiversity exists because of India's varied ecosystem. നമ്മുടെ ഇവിടെ പല ടൈപ്പ് എക്കോസിസ്റ്റംസ് ഉണ്ട് അല്ലേ, ലൈക്ക് ഹിമാലയ തൊട്ട് ഡെസേർട്ട് വരെ, അതോടൊപ്പം ട്രോപ്പിക്കൽ ഫോറസ്റ്റുകൾ തൊട്ട് കോസ്റ്റൽ വെറ്റ്ലാൻഡുകൾ വരെയുള്ള ഡൈവേഴ്സിറ്റീസ് ഓഫ് എക്കോസിസ്റ്റംസ് ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ജൈവ വൈവിധ്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ വന്യസമ്പത്ത് കുറഞ്ഞു വരുന്നതായിട്ട് കണക്കുകൾ പറയുന്നുണ്ട്. സോ എന്തുകൊണ്ട് ഇങ്ങനെ കുറവ് വരുന്നു എന്നുള്ളതിന്റെ റീസൺസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈ ഫോറസ്റ്റ് റിസോഴ്സസിന്റെ മേലെ കൊടുക്കുന്ന പ്രഷറാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഹാബിറ്റേറ്റ് ലോസ് ഒക്കെ വഴി പല ജീവസമ്പത്തും നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് ഓവർ ഗ്രേസിംഗ് ആണ്. കന്നുകാലികളുടെ അമിതമായിട്ടുള്ള മേച്ചിൽ, അത് ഈ ഗ്രാസ്ലാൻഡ് പോലുള്ള എക്കോസിസ്റ്റത്തേക്ക് താറുമാറാക്കാൻ കെൽപ്പുള്ളതാണ്. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് ഹണ്ടിങ് ആൻഡ് പോച്ചിങ് ആണ്. ദ നെക്സ്റ്റ് വൺ ഇസ് ഫോറസ്റ്റ് ഫയർസ്, കാട്ടുതീ പോലുള്ള പ്രശ്നങ്ങൾ. നമുക്ക് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇൻ ഇന്ത്യ നോക്കാം. ഇന്ത്യയിലുള്ള വന്യജീവി സംരക്ഷണം ഏത് രീതിയിലാണെന്ന് നോക്കാം. സോ ഇന്ത്യ എന്ന് പറയുന്നത് കാലാകാലങ്ങളായി തന്നെ വന്യസമ്പത്തിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന നേച്ചർ നമുക്കുണ്ട്. ഈ പ്രാചീന കൃതികളായിട്ടുള്ള പഞ്ചതന്ത്രം, അതോടൊപ്പം ജംഗിൾ ബുക്ക് പോലുള്ള പുസ്തകങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഈ ആനിമൽസ് ആയിട്ടുള്ള കൾച്ചറൽ കണക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കി തരുന്നതാണ്. ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണത്തിനായിട്ട് നിലവിൽ വന്ന ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് 1972 ആക്ട് ചെയ്തിട്ടുള്ള വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 കൊണ്ടുവന്നു. ഇത് ഈ നമ്മുടെ രാജ്യത്തുടനീളമുള്ള വന്യജീവി സമ്പത്തിന് ലീഗൽ പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു നിയമമാണ്. ഇതിന്റെ പ്രധാന ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഈ നിയമത്തിന് കീഴിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എൻഡാഞ്ചേർഡ് സ്പീഷീസിലുള്ള, അതായത് വംശനാശം നേരിടുന്ന എല്ലാ ജന്തുക്കളെയും സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. അടുത്തതെന്ന് പറയുന്നത് കൺസർവേഷൻ ഏരിയകൾക്ക് ലീഗൽ സപ്പോർട്ട് നൽകുക എന്നുള്ളത്. അതായത് ഇപ്പോൾ വന്യജീവി സങ്കേതങ്ങളായിക്കോട്ടെ, നാഷണൽ പാർക്കുകൾ, ഹോട്ട്സ്പോട്ട് ഇതുപോലുള്ള കൺസർവേഷൻ ഏരിയകൾക്ക് ലീഗലി ഉള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതും ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഏതൊക്കെയാണ് കൺസർവേഷൻ ഏരിയാസ് നമ്മൾ പറഞ്ഞു. അടുത്തത്, ഈ ആക്ടിന് 1991 ഒരു ഭേദഗതി വന്നിട്ടുണ്ട്. ആ ഭേദഗതി പ്രകാരം കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇറ്റ് ഇമ്പോസ്ഡ് സ്ട്രിക്റ്റർ പണിഷ്മെന്റ് ഫോർ വൈൽഡ് ലൈഫ് ക്രൈംസ്. അതായത് ഈ വന്യജീവികൾക്ക് മേലുണ്ടാക്കുന്ന കുറ്റകൃത്യങ്ങളിൽ കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള ശിക്ഷകൾ ഈ ഭേദഗതി വഴി നിയമത്തിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. അടുത്തെന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് സ്പെസിഫൈഡ് പ്ലാന്റ് സ്പീഷീസുകളാണ്. ഈ നിയമത്തിന്റെ കീഴിൽ പ്രത്യേക സംരക്ഷണം ആവശ്യമുള്ള സസ്യങ്ങളുടെ സ്പീഷീസുകളെയും ഉൾച്ചേർത്തിട്ടുണ്ട്. അടുത്തെന്ന് പറയുന്നത് സ്ട്രെങ്തൻഡ് ഓവറോൾ കൺസർവേഷൻ മെഷേഴ്സ്. മൊത്തത്തിലുള്ള കൺസർവേഷൻ മെഷേഴ്സിനെയും സ്ട്രെങ്തൻ ചെയ്യുന്നതായിരുന്നു 91 വന്നിട്ടുള്ള അമെൻമെന്റ്. ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട പ്രൊട്ടക്റ്റഡ് ഏരിയാസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 103 നാഷണൽ പാർക്കുകളും 563 വൈൽഡ് ലൈഫ് സാങ്ച്വറികളുമാണ് ഉള്ളത്. ഇന്ത്യയിൽ ഇത്രമാത്രം ജൈവ സമ്പത്ത് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ യുനെസ്കോയുമായിട്ട് ചേർന്നിട്ട് മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. സസ്റ്റൈനബിൾ കൺസർവേഷൻ ഇൻവോൾവിംഗ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്, ആൾക്കാരെയും ചേർത്തുകൊണ്ടുള്ള ഒരു സുസ്ഥിരമായിട്ടുള്ള സംരക്ഷണം എന്നതാണ് ഈ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന്റെ കീഴിൽ കുറെ പ്രോഗ്രാംസ് ഒക്കെ നടത്തി വരുന്നുണ്ട്. അടുത്തത് സ്പെഷ്യൽ വൈൽഡ് ലൈഫ് കൺസർവേഷൻ പ്രോഗ്രാംസ് ആണ്. അതായത് ഈ വന്യജീവികളുടെ സംരക്ഷണാർത്ഥമുള്ള പ്രത്യേക പരിപാടികൾ. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് പ്രൊജക്ട് ടൈഗർ ആണ്. 1973 കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് പ്രൊജക്ട് ടൈഗർ. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ മെയിൻറ്റെയിൻ എ വിയബിൾ പോപ്പുലേഷൻ ഓഫ് ടൈഗേഴ്സ്. അതായത് ഇന്ത്യയിൽ ക്രമാതീതമായി ഈ കടുവകളുടെ തോലിന് വേണ്ടിയിട്ടും പല്ലിന് വേണ്ടിയിട്ടൊക്കെ വേട്ട നടത്തിയിട്ട് അതിന്റെ എണ്ണത്തിൽ ഗണ്യമായ കുറവുകൾ ഉണ്ടാവാൻ തുടങ്ങി. സോ ഒരു മിനിമം പോപ്പുലേഷൻ എങ്കിലും ഇവിടെ കടുവകൾ വേണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പ്രൊജക്ട് ടൈഗർ നടപ്പിലാക്കുന്നത്. ഇറ്റ് കൺസേർവ് ടൈഗേഴ്സ് ഫോർ എക്കോളജിക്കൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ വാല്യൂ. ഇത്തരത്തിലുള്ള എല്ലാ തലങ്ങളിലേക്കും കടുവകളുടെ സംരക്ഷണം, അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇറ്റ് പ്രിസർവ് ബയോളജിക്കലി ഇമ്പോർട്ടന്റ് ഏരിയാസ് ആസ് നാഷണൽ ഹെറിറ്റേജ്. സോ നമ്മുടെ രാഷ്ട്രത്തിന്റെ പൈതൃകമായി കണ്ടുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ജൈവികമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസിനെ എല്ലാം തന്നെ പ്രിസർവ് ചെയ്ത് വരാൻ ഈ ഒരു നയം കാരണമാവുകയാണ്. സോ ഈ പ്രൊജക്ടിന്റെ പ്രധാനപ്പെട്ട ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് 9 ടൈഗർ റിസർവ്സ്. അതായത് 16,339 സ്ക്വയർ കിലോമീറ്റർ വരുന്ന 9 ടൈഗർ റിസർവുകളായിരുന്നു ഇന്ത്യയിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. നിലവിൽ അത് 50 മുകളിലേക്ക് ഉയർത്താനായിട്ട് സാധിച്ചു. 18 സംസ്ഥാനങ്ങളിലായിട്ട് 50 മുകളിൽ ടൈഗർ റിസർവ്സ് നിലവിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഏകദേശം ഏരിയ നോക്കുകയാണെങ്കിൽ 71,027.10 സ്ക്വയർ കിലോമീറ്ററോളം വരും. അത്രയും എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്.
ഈ ടൈഗർ ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വികസിപ്പിക്കാനായിട്ട് ഈ ഒരു പദ്ധതി വഴി സാധിച്ചിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട സക്സസ് നോക്കുകയാണെങ്കിൽ ടൈഗറിന്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 2006 അത് 1411 ആണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകൾ പ്രകാരം 2020 2967 കടുവകൾ സെൻസസ് പ്രകാരം ഇന്ത്യയിലുണ്ട്. സോ ഇന്ത്യ എന്ന് പറയുന്നത് ഗ്ലോബൽ ടൈഗർ പോപ്പുലേഷന്റെ 70% കൺസർവ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ടൈഗർ കൺസർവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. മാത്രമല്ല ടൈഗർ നമ്മുടെ നാഷണൽ ആനിമൽ കൂടിയാണ്. സോ അതിന്റെ പ്രൊട്ടക്ഷന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. അടുത്തൊരു പദ്ധതി എന്ന് പറയുന്നത് പ്രൊജക്ട് എലിഫന്റ് ആണ്. ഈ പ്രൊജക്ട് ടൈഗറിന്റെ മാതൃകയിൽ തന്നെ എലിഫന്റുകളുടെ സംരക്ഷണാർത്ഥം 1992 ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. എലിഫന്റ് പോച്ചിങ്ങിനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആണ്. അതോടൊപ്പം ആനത്താരകൾ എലിഫന്റ് കോറിഡോർസ് പ്രൊട്ടക്ട് ചെയ്യുക, അത് കൺസർവ് ചെയ്യുക. ഹ്യൂമൻ എലിഫന്റ് കോൺഫ്ലിക്റ്റ്, അതായത് മനുഷ്യ ആനകളുടെ സംഘർഷം കുറയ്ക്കുക. ഇതിപ്പോ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്ന കാട്ടുകൊമ്പന്മാരുമായിട്ട് ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ എലിഫന്റ് പോപ്പുലേഷനിലുള്ള സയന്റിഫിക് മാനേജ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക എന്നൊക്കെ തന്നെ പ്രധാന ഗോൾസ് ആണ്. ഇതിന്റെ അച്ചീവ്മെന്റ് നോക്കുകയാണെങ്കിൽ ഈ എലിഫന്റ് പോപ്പുലേഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ലോകത്തെ ഏഷ്യൻ എലിഫന്റ്സിന്റെ 50% നമുക്കിവിടെ ഉണ്ട്. 30,000-ൽ-അധികം വരും ഈ ഒരു കണക്ക് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മൊത്തം ഈ കൺസർവ്ഡ് ഏരിയ എന്ന് പറയുന്നത് 75,000-ൽ-അധികം സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ്. തുടക്കത്തിൽ അത് 9 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ അത് 33-ൽ-അധികം ഈ എലിഫന്റ് കൺസർവേഷൻ ഏരിയാസ് ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നല്ല പ്രൊട്ടക്ഷൻ ലീഗലി കൊടുക്കാൻ പറ്റിയത് കൊണ്ട് പോച്ചിങ്ങിന്റെ ഒക്കെ ഒരു തോത് ക്രമാതീതമായി കുറഞ്ഞു വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം എലിഫന്റ് കോറിഡോർസ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് എലിഫന്റ്സിന്റെ മൈഗ്രേഷനെ ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ പുതിയ ടെക്നോളജികളും ഈ ആനകളുടെ സംരക്ഷണാർത്ഥം ഉപയോഗിക്കുന്നുണ്ട്. ലൈക്ക് GPS, ഡ്രോൺസ്, സോളാർ ഫെൻസിങ്. നമ്മൾ പരിക്കൊമ്പിന്റെ ഒക്കെ കേസിൽ കണ്ടതാണ്. റഡാറിന്റെ ബെൽറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു ഡിറ്റക്ട് ചെയ്തതൊക്കെ. സോ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് വഴി ഹ്യൂമൻ എലിഫന്റ് കോൺഫ്ലിക്ട്സുകൾ പരമാവധി കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എലിഫന്റ് കോറിഡോർസിനെ കുറിച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒഡീഷയുടെ ഭാഗത്ത്, കേരളത്തിലൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഹിമാലയ പ്രദേശങ്ങളിൽ. ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ നോക്കാം. എന്തുകൊണ്ട് വന്യജീവികളെ സംരക്ഷിക്കണം, അതിന്റെ പ്രാധാന്യം എന്തെന്നാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. ഇറ്റ് മെയിൻറ്റെയിൻസ് എക്കോളജിക്കൽ ബാലൻസ്. അപ്പോൾ നമുക്കിവിടെ എക്കോളജിക്കലി ഒരു സന്തുലനം ഉണ്ടാവണമെങ്കിൽ വന്യജീവികളെ സംരക്ഷിച്ച് തീരും. എന്നാലേ നമുക്ക് ഫുഡ് വെബ് എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതുവഴി നമ്മുടെ നിലനിൽപ്പും ഈ വൈൽഡ് ലൈഫ് കൺസർവേഷന്റെ കീഴിലാണ് എന്നൊരു ഓർമ്മ വേണം. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ് പ്രിസർവ്സ് ബയോഡൈവേഴ്സിറ്റി. നെക്സ്റ്റ് വൺ, ഇറ്റ് പ്രൊമോട്ട്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനം ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് എൻകറേജസ് എക്കോ ടൂറിസം. അത് എക്കോ ടൂറിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമ്മൾ ഈ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ചെയ്യുന്നത് വഴി. ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട്സ് എൻഡാഞ്ചേർഡ് സ്പീഷീസ്. വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ത്രെട്ടനിങ് നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്പീഷീസുകളെ സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള കൺസർവേഷൻ മെഷേഴ്സ് കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇറ്റ് എൻഷുവേഴ്സ് എൻവയോൺമെന്റൽ സ്റ്റെബിലിറ്റി ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. അത് ഭാവി തലമുറകൾക്കും അവരുടെ സംരക്ഷണാർത്ഥം പരിസ്ഥിതിയുടെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഇന്ത്യയിലെ ഫോറസ്റ്റ് ടൈപ്പും അതിന്റെ ടാബ്ലാർ ഇൻഫർമേഷൻസും ആണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അവിടെ ഏതൊക്കെ തരത്തിലുള്ള സ്പീഷീസ് കാണപ്പെടുന്നുണ്ട്, കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഇന്ത്യയിലെ ടോപ്പിക്കൽ എവർഗ്രീൻ ആൻഡ് സെമി എവർഗ്രീൻ ഫോറസ്റ്റിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഡെൻസ്ഡ് ആയിരിക്കും. മൾട്ടിലൈറ്റലായിട്ടുള്ള കാനോപ്പി കാണാനായിട്ട് സാധിക്കും. എപ്പോഴും പച്ച നിറത്തിൽ തന്നെ കാണപ്പെടുന്നവയായിരിക്കും. സെമി എവർഗ്രീൻ എന്ന് പറയുന്നത് എവർഗ്രീൻ ഫോറസ്റ്റിന്റെയും ഡെസിഡിയസ് ഫോറസ്റ്റിന്റെയും ഒരു മിക്സ് ആണ്. പിന്നെ ടോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് ആണെങ്കിൽ ഡ്രൈ സീസണിൽ അവ ഇലപൊഴിക്കുന്നവയാണ്. മോയ്സ്റ്റ് ആൻഡ് ഡ്രൈ എന്ന് രണ്ടായിട്ട് തന്നെ തരംതിരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനവിഭാഗം എന്ന് പറയുന്നത് ഈ ഡെസിഡിയസ് ഫോറസ്റ്റുകളാണ്. ബാക്കിയുള്ളതെല്ലാം നോക്കുക കേട്ടോ. പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ്. ഏതൊക്കെ സസ്യങ്ങൾ അവിടെ കാണപ്പെടുന്നു, എന്താണ് അവിടുത്തെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യേകത എന്നൊക്കെയാണ്. 2023 വന്നിട്ടുള്ള ഇന്ത്യയിലെ 18ാമത്തെ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് പ്രകാരം കുറച്ച് കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഫോറസ്റ്റ് കവർ എത്രയാണ്? 7,15,342.61 കിലോമീറ്റർ സ്ക്വയറോളം ഇവിടെ ഫോറസ്റ്റ് കവർ ഉണ്ട്. അത് അപ്രോക്സിമേറ്റ് 22% വരുന്നുള്ളൂ. ഇതാണ് നമ്മൾ 33ലേക്ക് ഉയർത്തേണ്ടത്. ട്രീ കവർ നോക്കുകയാണെങ്കിൽ അത് 1,12,014.34 ആണ്. ടോട്ടൽ ഫോറസ്റ്റ് ട്രീ കവർ എന്ന് പറയുന്നത് 25% വരുന്നുണ്ട്.
ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനങ്ങളുടെ ലിസ്റ്റാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശം ഉള്ളത് മധ്യപ്രദേശിനാണ്, 77,073 കിലോമീറ്റർ സ്ക്വയർ. സെക്കൻഡ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ്, തേർഡ് ഛത്തീസ്ഗഡ്. ഇനി ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കവറുള്ള മറ്റ് ഏരിയകൾ നോക്കുകയാണെങ്കിൽ അത് ലക്ഷദ്വീപിനാണ്, 91.33%. അതായത് അവരുടെ ഭൂവിസ്തീർണത്തെ കമ്പയർ ചെയ്യുന്ന സമയത്തുള്ള ഫോറസ്റ്റ് ഏരിയ ആണ് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ആണെങ്കിൽ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ളത് ലക്ഷദ്വീപിനും. സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് മിസോറാമാണ്. തേർഡ് എന്ന് പറയുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആണ്. സോ 19 സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസിന് അവരുടെ മൊത്തം ഭൂപ്രദേശത്തിന്റെ 33%-അധികവും ഫോറസ്റ്റ് കവർ ഉണ്ട്. സോ അത് അറ്റൈൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ഗോള്. എന്നാൽ 8 സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറീസിന് 75%-അധികവും ഫോറസ്റ്റ് കവർ ആണെന്നാണ് പറയുന്നത്. രണ്ടായിരത്തി 13 മുതൽ 23 വരെയുള്ള ഫോറസ്ട്രിയിലെ ട്രെൻഡുകൾ നമുക്ക് പരിചയപ്പെടാം. അതായത് ഈ ഒരു 10 വർഷത്തിനിടയിൽ ഫസ്റ്റ് പറയുന്നത് ഗ്രീൻ കവറിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസമാണ്. 16,630.25 കിലോമീറ്റർ സ്ക്വയറോളം ഫോറസ്റ്റ് കവർ ഇൻക്രീസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. സോയിൽ ഹെൽത്തിൽ വന്നിട്ടുള്ള ഇംപ്രൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ ഷാലോ ടു ഡീപ് സോയിലും ഇതേപോലെ 87.16% കൂടുതലായിട്ട് 83-ൽ നിന്ന് 87 വർദ്ധിച്ചിട്ടുണ്ട്. ബയോട്ടിക് പ്രഷറിലുണ്ടായ കുറവ് നോക്കുകയാണെങ്കിൽ ബയോട്ടിക് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് 26-ൽ നിന്ന് 31.28 31-ൽ നിന്ന് 26 കുറഞ്ഞു എന്നാണ് പറയുന്നത്. അടുത്തൊരു ഗ്രീൻ കവറിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ട്രീ കവർ കൂടിയിട്ടുണ്ട്, 20,747.34 സ്ക്വയർ കിലോമീറ്റർ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മാൻഗ്രൂവ് കവറും ഇതേപോലെ 296.33 കിലോമീറ്റർ സ്ക്വയർ വർദ്ധിച്ചിട്ടുണ്ട്. സോയിൽ ഹെൽത്തിലുള്ള മാറ്റം നോക്കുകയാണെങ്കിൽ ഓർഗാനിക് കാർബൺ എന്ന് പറയുന്നത് 55-ൽ നിന്ന് 56.08 ടൺ പെർ ഹെക്ടർ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഹ്യൂമസ് കണ്ടന്റും അതായത് മണ്ണിലുള്ള ഓർഗാനിക് മാറ്ററിന്റെ കണ്ടന്റും ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ബയോട്ടിക് പ്രഷറിലുണ്ടായ മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ബെറ്റർ ബയോഡൈവേഴ്സിറ്റി, അതോടൊപ്പം തന്നെ ആന്ത്രോപോജനിക് പ്രഷർ കുറഞ്ഞിട്ടുണ്ട് എന്ന 2 വ്യത്യാസങ്ങളും കൂടെ ഇവിടെയുണ്ട്. ഇന്ത്യയുടെ നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡൈവേഴ്സ് ആയിട്ടുള്ള ക്ലൈമറ്റും റിലീഫ് ആൻഡ് റെയിൻഫോൾ പാറ്റേണിനൊക്കെ റിഫ്ലക്ട് ചെയ്യുന്ന ഒന്നാണ്. ഇവിടെ എവർഗ്രീൻ ഫോറസ്റ്റുകൾ തൊട്ട് ആൽപൈൻ വെജിറ്റേഷൻ ആൻഡ് ഡെസേർട്ട് ഷ്രബുകൾ വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യ എന്ന് പറയുന്നത് ലോക രാജ്യങ്ങൾക്കിടയിൽ ഒരു മെഗാ ബയോഡൈവേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. സോ ഇവിടുത്തെ ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയും എക്കോളജിക്കൽ ബാലൻസിനെയും ഒക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോയിൽ കൺസർവേഷനും ക്ലൈമറ്റ് റെഗുലേഷൻ ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷനൊക്കെ ഇവിടുത്തെ ഫോറസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് കൈകാര്യം ചെയ്യുന്നുണ്ട്. സസ്റ്റൈനബിൾ മാനേജ്മെന്റ് നമുക്ക് ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരണം. അതുവഴി നമുക്ക് എൻവയോൺമെന്റൽ സ്റ്റെബിലിറ്റിയും ഡെവലപ്മെന്റും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.